വെൽക്കം ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓഡിയൻറ്റിൻ്റെ ഇവോ 4 എന്ന് പറയുന്ന ഒരു ഓഡിയോ ഇൻ്റർഫേസാണ്. ഓഡിയോ ഇൻ്റർഫേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നന്നായി പാട്ട് പാടാൻ അറിയാം, അത് റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക. പലതരം ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഔട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാരിറ്റി പോരാ, ഔട്ട് ശബ്ദം ശരിയല്ല എന്നൊക്കെ തോന്നാം. ഒരു സോങ് നല്ല രീതിയിൽ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി റെക്കോർഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്കൊരു ഓഡിയോ ഇൻ്റർഫേസും നല്ലൊരു കണ്ടൻസർ മൈക്കും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സോങ് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഓഡിയോ ഇൻ്റർഫേസ് ഒരു പി സി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഓഡിയോ ഇൻ്റർഫേസ് പി സിയുമായി കണക്ട് ചെയ്ത് നല്ലൊരു കണ്ടൻസർ മൈക്ക് കൂടി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ടോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാനാവും. അതിന് പറ്റിയ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഓഡിയോ ഇൻ്റർഫേസാണ് ഇവോ 4ൻ്റെ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ്. ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഏകദേശം 14,000 രൂപയോളമാണ് ആമസോണിൽ പ്രൈസ് വരുന്നത്. ഈ ഓഡിയോ ഇൻ്റർഫേസിന് 2 മൈക്ക് ഇൻപുട്ട് കണക്ഷൻ കൊടുക്കാനുള്ള ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും നമുക്ക് സ്റ്റുഡിയോ മോണിറ്റർ സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ USB, ഇപ്പം പുതിയ മോഡലാണ്, USB Type-C ആണ് സിസ്റ്റത്തിലേക്കുള്ള കണക്ഷൻ വരുന്നത്. സാധാരണ USB കണക്ഷനിൽ ഫസ്റ്റുള്ള USB ടൈപ്പ് കണക്ഷൻ ആയിരുന്നു എല്ലാ ഓഡിയോ ഇൻ്റർഫേസും. പക്ഷേ ഇവോക്ക് അവരത് ചേഞ്ച് ചെയ്തിട്ട് ഓഡിയോ ഇൻ്റർഫേസിൻ്റെ Type-C ഔട്ട്പുട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ 48 വോൾട്ട്, അതായത് നമ്മൾ കണ്ടൻസർ മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 48 വോൾട്ട് ഫാൻറ്റം പവർ വേണം. ഫാൻറ്റം പവറിൻ്റെ ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഗെയിൻ കൺട്രോൾ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗെയിൻ കൺട്രോളർ ചെയ്യാനുള്ള സ്വിച്ച്. ഗെയിൻ കൺട്രോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ നമുക്ക് ശബ്ദം പിച്ച് താഴെ പിച്ച് ഉയരമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗെയിന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഗെയിന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നല്ലൊരു ടൈപ്പ് ഓഡിയോ ഇൻ്റർഫേസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സോങ്ങൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ, എല്ലാവർക്കും നല്ല പാട്ട് പാടാൻ, അതായത് പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതായത് സ്വന്തം സൗണ്ട് പാട്ട് പാടി നല്ല രീതിയിൽ അത് റെക്കോർഡ് ചെയ്ത് അത് ആൾക്കാരെ കേൾപ്പിക്കാനും അതേപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ വളർന്നു വരുന്ന കലാകാരന്മാരുണ്ടാവും, പാട്ടുകാരുണ്ടാവും. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു PC ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത് നിർത്തുക. കാരണം അതിൽ നമുക്ക് ക്വാളിറ്റിക്ക് ഒരു കൺട്രോളിംഗ് ഉണ്ട്. അതിൽ നമുക്ക് ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി വരില്ല. അതിൽ നമുക്കൊരു ക്വാളിറ്റിക്ക് അതിനൊരു കൺട്രോൾ ഉണ്ട്. പക്ഷേ ഒരു ഓഡിയോ ഇൻ്റർഫേസും നല്ലൊരു കണ്ടൻസർ മൈക്കും അല്ലെങ്കിൽ നല്ലൊരു ഡൈനാമിക് മൈക്കോ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ നിങ്ങൾക്ക് ഒരു PC ഉപയോഗിച്ചുകൊണ്ട് നല്ല സ്റ്റുഡിയോ ക്വാളിറ്റി തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നല്ല സോങ്ങും നല്ലൊരു വോക്കൽ സൗണ്ടും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇവോ 4ൻ്റെ ഓഡിയോ ഇൻ്റർഫേസ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നല്ലൊരു സോങ് നിങ്ങൾക്ക്, നല്ലൊരു പാട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഡിയോ ഇൻ്റർഫേസും നല്ലൊരു കണ്ടൻസർ മൈക്കും അത്യാവശ്യമാണ്. മിനിമം നല്ലൊരു ഓഡിയോ ഇൻ്റർഫേസും നല്ലൊരു കണ്ടൻസർ മൈക്കും ഉണ്ടാകണം. അല്ലാത്ത പക്ഷം നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഹെഡ്സെറ്റിൻ്റെ മൈക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന സാധാ മൈക്കോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വോയിസ് ക്ലാരിറ്റി ഉണ്ടാകണമെന്നില്ല. ആ വോയിസ് സ്റ്റീരിയോ ടൈപ്പ് വോയിസ് ആണെന്നില്ല. നമ്മൾ കൊടുക്കുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായി കൺവേർട്ട് ചെയ്ത് അത് റെക്കോർഡ് സോഫ്റ്റ്വെയറിലേക്ക് ഡോലേക്ക് വന്ന് എന്നിട്ടൊക്കെ റെക്കോർഡിങ് വന്നാൽ നമുക്ക് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ ഒരു പാട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഈ ഓഡിയോ ഇൻ്റർഫേസുമായിട്ട് കണക്ട് ചെയ്യുന്ന നല്ലൊരു മൈക്ക്, അതായത് നല്ലൊരു കണ്ടൻസർ മൈക്ക്, നല്ലൊരു സ്റ്റുഡിയോ ക്വാളിറ്റിയുള്ള കണ്ടൻസർ മൈക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതായത് വീട്ടിൽ തന്നെ ഇരുന്ന് പാട്ട് പാടി വീട്ടിലൊരു സ്റ്റുഡിയോ സെറ്റപ്പ്
ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തികച്ചും അഫോർഡബിളായി ഏകദേശം 14,000 രൂപയോളമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓഡിയോ ഇൻ്റർഫേസാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.